ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 23-ാം വാക്യം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെന്തും പാപമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിടയാക്കിയപ്പോൾ ഈ സഹോദരൻ്റെ മകൾക്ക് ഇടയ്ക്ക് ഫിക്സ് രോഗമുണ്ടാകും. അപ്പോൾ ഈ ഫിക്സ് രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞ് ഈ സഹോദരന് വേണ്ടി കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ സഹോദരൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം കിടപ്പുണ്ട്, അതെന്താണ് എന്നിങ്ങനെ ചോദിക്കുവാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരനോട് ചോദിച്ചപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ഞാൻ നാട്ടിലെ ലീവിന് പോയപ്പോൾ ആരോ ഒരാളുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. അപ്പോൾ ആ വ്യക്തി ഈ സഹോദരനോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഫിക്സ് രോഗം മാറുന്നതിന് വേണ്ടി മലബാർ ഏരിയയിലുള്ള ഏതൊരു പള്ളിയാണ്, അവിടെ പോയി ശയന പ്രദക്ഷിണം ഉരുളനിരച്ച നടത്തി കഴിഞ്ഞാൽ ഈ ഫിക്സ് രോഗം മാറിക്കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ അതൊരു നേർച്ചയായി ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ ജോലിയുടെ ആവശ്യത്തിനായിട്ട് തിരിച്ച് കയറിപ്പോകേണ്ടി വന്നു. ഇപ്പോഴും മറ്റൊരു രാജ്യത്താണ്. അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധിയോ അല്ലെങ്കിൽ രോഗാവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ ഈ സഹോദരൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ഭയം കടന്നു വരും. ഈ ഉരുളുനേർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിങ്ങനെ. അങ്ങനെ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ്, ഈ സഹോദരൻ്റെ കുടുംബത്തിലുള്ള ചില മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കാതെയും പ്രാർത്ഥിക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. അപ്പോൾ ഇതെല്ലാം ചെയ്യുവാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ സഹോദരൻ്റെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, വിശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ദുഃഖത്തിൻ്റെയൊക്കെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ഈ കുഞ്ഞിന് ഫിക്സ് രോഗം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സീറോ ഫിനീഷ്യൻ വംശജിയായ ഒരു ഗ്രീക്കുകാരി സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഈ സ്ത്രീയുടെ കൊച്ചുമകൾക്ക് പൈശാചിക ബാധയുണ്ട്, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഈശോയോട് ഇങ്ങനെ പറയുമ്പോൾ ഈശോ ഇങ്ങനെ ഈ സ്ത്രീയോട് പറയുന്നുണ്ട്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ സ്ത്രീ ഈശോയോട് പറയുന്നുണ്ട്, താഴെ വീഴുന്ന അപ്പവും നായ്ക്കൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഈ സ്ത്രീ ഈശോയോട് പറയുമ്പോൾ ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ട് ഈശോ ഈ സ്ത്രീയോട് പറയുന്നുണ്ട്, മകളിൽ നിന്ന് പിശാച് വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ഈശോ സമാധാനത്തോടെ തിരിച്ചയക്കുന്നതായിട്ട് നമ്മൾ എല്ലാവരും സുവിശേഷത്തിൽ വായിച്ചിട്ടുള്ള വചനഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ വിശ്വസിച്ചപ്പോൾ ഈശോ ആ സ്ത്രീയുടെ മകൾക്ക് വിടുതൽ കൊടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും ഈശോയിൽ വിശ്വസിക്കാതെ, വചനത്തിൽ വിശ്വസിക്കാതെ ഇതുപോലെയൊക്കെയുള്ള ഉരുളി നേർച്ചയ്ക്കായിട്ട് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസം വേളാങ്കണ്ണി പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ ഇപ്പോഴും അച്ഛനുണ്ട്. അച്ഛൻ കുർബാന മധ്യേ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിവിടെ വരുമ്പോൾ താഴെ ഇട്ട് പൂട്ടാനും തൊട്ടിൽ കെട്ടാനും ആൾരൂപമൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നാം പ്രമാണം ചെയ്ത് നിങ്ങൾക്കുള്ള കിട്ടേണ്ട ദൈവാനുഗ്രഹങ്ങളും കൂടി നഷ്ടപ്പെടുത്തിയാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് എന്നിങ്ങനെ അച്ഛൻ ശക്തമായിട്ട് അച്ഛൻ അവിടെ കുർബാന മധ്യേ പ്രഘോഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നേർച്ചകളൊക്കെ നല്ലതാണ്. ആ നേർച്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ട നേർച്ചകളുണ്ട്. അല്ലാതെയുള്ള ഉരുളി നേർച്ചയും ഇങ്ങനെയൊക്കെയുള്ള മറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നാളുകളിലൊക്കെ നടക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ നേർച്ച നേർന്നിട്ട്, നല്ല നേർച്ചകളൊക്കെ നേർന്നിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കുമ്പസാരത്തിൽ വൈദികനോട് ഏറ്റു പറഞ്ഞ് അതിൽ നിന്നെല്ലാം വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതെ വചനത്തിൽ വിശ്വസിച്ച്, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച്, സാധിക്കുന്ന സമയത്തൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മയോടൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ജീവിക്കുന്നവരായിട്ട് മാറുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണം എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.